ഹലോ, നമുക്കിന്ന് ഇന്ത്യയുടെ പഴയകാല പേരുകളൊക്കെ ഒന്ന് നോക്കാം. എനിക്കറിയാം കുറച്ചൊക്കെ, നമുക്ക് ഓൾറെഡി ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ChatGPT-നോടൊന്ന് ചോദിച്ചു നോക്കാം. ഓൾഡ് നെയിംസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഒന്നാമത്തെ പേര് ഭാരത്, ഹിന്ദുസ്ഥാൻ, ജാംബൂദ്വീപ, ആര്യവർത്ത, അൽ ഹിന്ദ്, തെഞ്ചിക്കു, ഇന്ത്യ. നമുക്കിനി ഗൂഗിളിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾഡ് നെയിം ഓഫ് ഇന്ത്യ: ഹിന്ദുസ്ഥാൻ, ജാംബൂദ്വീപ, ആര്യവർത്ത, ഭാരത, ഹിന്ദ്. ജയ് ഹിന്ദ് എന്നൊക്കെ കേട്ടിട്ടില്ല, ജയ് ഹിന്ദ്. നാഭിവർഷ, സപ്തസിന്ധു, പിന്നെ ഹോദു. ഇത് ഞാനൊന്ന് നോട്ട് ചെയ്തതാണ്. ഹീബ്രുവിൽ ബിബ്ലിക്കൽ നെയിമാണ്. അതായത് ഇന്ത്യ എന്ന പേര് ബൈബിളിലും പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ തപ്പി നോക്കി. എനിക്ക് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് POC ബൈബിളാണ്. അതിൻ്റെ ഇതാണിത്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേധിയയിലെയും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പം എസ്തേർ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വരൂസ് രാജാവ് എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹോദു, ഇത് ഇന്ത്യ, നമ്മുടെ മലയാളം ബൈബിളിൽ അങ്ങനെയാണ്. ഹിബ്രുവിൽ ഹോദു എന്നാണ്. സോ നിങ്ങൾക്കറിയാമായിരുന്നോ ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മുടെ ഭാരതത്തിന് ഉണ്ടായിരുന്നു എന്ന്? എനിക്ക് ഏകദേശം അറിയായിരുന്നു. പിന്നെ വേറെയും പേര് നോക്കിയാൽ ടിയാൻഷു. ഇങ്ങനെയാണ് വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.